കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു സഞ്ചി നമ്മൾ വാരുന്നുണ്ട്, അതിൽ വാരിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ വെച്ചാണ് ഇത് എൻ്റെ ഞാൻ മേടിച്ചത്. എന്നോട് ഇത് എൻ്റെയാണ്, ഇത് കൂടെ എൻ്റെയാണ്. ഇതിനൊക്കെ തൊപ്പി സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ ചിക്പേട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടാണ് നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് കമേഴ്ഷ്യലായിട്ട് വാങ്ങിച്ച് നമ്മളെല്ലാവരും ചട്ടി കയറിയ അവസ്ഥ. സോ അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മളെ അരവിന്ദ് ബ്രോ, യെല്ലോ ഷർട്ട് ഇട്ടേക്കുന്ന അരവിന്ദ് ബ്രോയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ചിക്പേട്ട് പുള്ളി ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു അഡ്വൈസും കൂടി തേടിക്കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ചിക്പേട്ടിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പുള്ളിയെ 2-3 ക്യാമറ ആംഗിളിൽ നമ്മൾ കാണിക്കുന്നുണ്ടാകും പുള്ളിയെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സദാനന്ദായിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാട്ടിൽ ബായും പിന്നെ അതുള്ള അർജുൻ ബ്രോയും കൂടിയാണ് നമ്മൾ പോകുന്നത്. സോ ചിക്പേട്ട് കാലത്തന്നെ പോയി. കാരണം അരവിന്ദേട്ടൻ്റെ ആ ഒരു ഐഡിയ അനുസരിച്ച് നമ്മൾ കാലത്തെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ 10 മണിക്ക് തന്നെ ചിക്പേട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട്. സോ ചിക്പേട്ട് എന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ചിക്പേട്ട് നമുക്ക് ജംഗ്ഷനിലാണ് ഇറങ്ങിയത്. എന്നൊക്കെ നമുക്ക് നോക്കി പോകാമെന്ന് വെച്ചാൽ ഒന്നൊന്നായിട്ട് നോക്കി പോകുമ്പോഴത്തേക്കാണ് മനസ്സിലായത് നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒന്നും അല്ല മോനെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. A to Z പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ കിട്ടും, അതും ചീപ്പസ്റ്റ് റേറ്റിന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ജംഗ്ഷൻ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റി ഈ സാരിയുടെ ആ കച്ചവടം. ഈ സാരികളൊക്കെ വെറും 150 രൂപയുള്ളൂ ഗൈസ്. വെറും 150 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി നിങ്ങൾ വലിയതായിട്ട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. 150 രൂപയ്ക്കുള്ള ക്വാളിറ്റിയെ കാണത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ എപ്പോഴും ശരിയായിട്ട് വെളിയിലൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല. പക്ഷേ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും വില കുറവാണ്. ഞാൻ കണ്ടതിൽ വെച്ച് എല്ലാ സാധനങ്ങളും വില കുറവാണ്. മാത്രമല്ല റോഡ് ഫുള്ളും ക്രൗഡാണ്. കാലുകുത്താൻ സ്ഥലം കാണില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ അകത്തോട്ട് പോകുന്നേ ഉള്ളൂ. കുറച്ചുകൂടി അകത്തോട്ട് ഡീപ്പായിട്ട് പോകും തോറും നമുക്ക് കയ്യും കാലും കുത്തുള്ള അവസ്ഥ ഒന്നുമില്ല. കാരണം എവിടെ പോയാലും നമുക്ക് ചവിട്ട് വാങ്ങിച്ച് പോയിട്ടോണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ആൾക്കാർ ആ കടൽ പോലെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കണം. നമ്മൾ അറിയാതെ താഴെ എങ്ങാനും വീണ് കഴിഞ്ഞാൽ ഇവന്മാർ ചവിട്ടി പിരുത്ത് കളയും നമ്മൾ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അടി തട്ടി താഴെ വീഴാതിരിക്കാൻ നോക്കുക. പാട്ടിൽ വായൊക്കെ നോക്കിയാണ് പറഞ്ഞത്. പിന്നെ അർജുന് കാണിക്കുന്നുണ്ട് കൈയൊക്കെ. പാട്ടിൽ ബായൊക്കെ വരുന്നുണ്ട്. പാട്ടിൽ ബായ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് സ്യൂട്ടൊക്കെ 10-20 ട്രാക്ക് സ്യൂട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ടാണ് ശബ്ദം എടുത്തിട്ട് വന്നേക്കുന്നത്. പിന്നെ അരവിന്ദ് ബ്രോ ഓൾറെഡി വന്നുകൊണ്ട് പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളിയാണ് നമ്മളെ ഗൈഡായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അരവിന്ദ് ബ്രോയാണ് നമ്മളെ ഗൈഡ് ഇന്നത്തേക്ക്, ലോക്കൽ ഗൈഡ്. പിന്നെ അവിടെ ജംഗ്ഷൻ നോക്കിയപ്പോഴത്തേക്കും ഫുള്ള് എല്ലായിടത്തും ഓരോ കുടകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന ജിയോയുടെ സിമ്മൊക്കെ കൊടുക്കില്ല, ജിയോയുടെ വോഡോഫോണിൻ്റെയൊക്കെ സിമ്മൊക്കെ കൊടുക്കില്ല. അപ്പോൾ അതുപോലെ എല്ലായിടത്തും കുടകൾ വെച്ചിട്ടുണ്ട്. കാലുകുത്താൻ സ്ഥലമില്ല. ഈ കാലുകുത്താൻ സ്ഥലം ഇല്ലാത്തതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇവന്മാർ ഈ പറയുന്ന വണ്ടിയും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകുന്നത്. വണ്ടി കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഇവന്മാർ ഹോണടി എൻ്റെ അമ്മച്ചി ഹോണ്. നിങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ചെവി പൊട്ടിപ്പോകും. ആ രീതിക്കാണ് ഹോണടി. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ തീർന്ന് ബാക്കിലുള്ളവന്മാർ അതിൻ്റെ ബാക്കിലുള്ളവന്മാർ ഹോൺ അടിച്ച് നമ്മളെ തല പ്രാന്തെടുക്കും. ഒന്നാമത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന മറ്റേ വാറുണ്ടല്ലോ, നമുക്ക് പഴയ കാലത്തെ വാറിൻ്റെ ഇടയ്ക്ക് നമ്മളെ പോയി പെട്ടി എന്ത് ചെയ്യും, അവിടെയും അലറും ഇവിടെ അലറും, എല്ലായിടത്തും അലർച്ച മാത്രം. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരെ ഹോൺ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മ പ്രാന്തടിച്ച് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാന്തടിച്ചു. ആ രീതിക്കാണ് ഹോണടി. അപ്പോൾ മാക്സിമം നോക്കുക. പിന്നെ ഈ ഓട്ടക്കാരന്മാരെ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറുകാരന്മാരെങ്കിലും പിന്നെയും നിർത്തി. ഈ ഓട്ടക്കാരന്മാരൊക്കെ ആണെങ്കിൽ കയറ്റി ഇറങ്ങും കാലിൽ കൂടെയൊക്കെ. ഞാൻ 2-3 ലൈവ് പ്രൂഫ് കണ്ടിട്ടുണ്ട്. 2-3 ഒരു കൊച്ചിൻ്റെ കാലിലേക്ക് ഇവന്മാരെ കൊണ്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇതൊക്കെ നോർമലാണെന്നാണ് തോന്നുന്നത്. കാരണം ഒരു റിയാക്ഷനും ഇല്ല. അപ്പോൾ ഇവന്മാർ ഓൾറെഡി ഇതിനോട് പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്നും പുത്തരിയല്ല. നമുക്കൊക്കെയാണ് കാണുമ്പോൾ ഇതൊരു ന്യൂ എക്സ്പീരിയൻസും കാര്യമായിട്ട് പറഞ്ഞത്. കാരണം ഇവിടുത്തെ ഓട്ടക്കാരന്മാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ തിരക്കിലൊക്കെ പോവുകയാണെങ്കിൽ അവർ ഹോൺ പോലും അടിക്കില്ല, എടുത്തുകൊണ്ട് ഒറ്റ പോക്കായിരിക്കും. കാരണം അവർ താഴെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒതുങ്ങിയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. എങ്കിലും ഈ പറഞ്ഞ ഓട്ടക്കാരന്മാർ നമ്മളെ വേണമെന്നായിട്ട് കയറ്റിക്കൊണ്ടൊക്കെ പോകും. കാരണം ഇവന്മാരെ ഒരു സോറി പോലും പറയില്ല. ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട് 2-3 പേരെ തട്ടിയിട്ടുണ്ട് ഓട്ടക്കാരന്മാർ. പക്ഷേ ഒരു സോറി ഒന്നും പറയില്ല. അവരെന്തൊക്കെ കന്നഡയിൽ വിളിച്ച് പറഞ്ഞിട്ട് പോകും. അവന്മാരെ നമ്മൾ ഇടിച്ചിട്ട് നമ്മളായിരിക്കും അവന്മാർ തെറി വിളിക്കണം. നമുക്ക് കന്നഡയാണ്, നമുക്ക് തെറിയും മനസ്സിലാവില്ല. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും അറിഞ്ഞും കൂടാ കന്നഡ. കാരണം അവന് മനസ്സിലായ ഭാഷയിൽ തെറി വിളിച്ചിട്ടല്ലേ നമുക്കും കാര്യമുള്ളൂ. പിന്നെ അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോഴത്തേക്കും ഒരു ഷർട്ട് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും KE2 എന്ന് പറഞ്ഞൊരു കടയിൽ കയറി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഫുൾ ഹോൾസെയിലാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്പേ സ്ട്രീറ്റിൽ തിരക്കില്ലാത്ത കടയിൽ നിങ്ങൾ കയറേണ്ട. തിരക്കില്ലാത്ത കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോൾസെയിൽ കടയാണ്. പിന്നെ അതുപോലെ തന്നെ അത് കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ റീറ്റെയിൽ ആണെങ്കിൽ തിരക്കാണ്, ഹോൾസെയിൽ ആണെങ്കിൽ തിരക്കാണ്. അതിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കണ്ട ഗ്യാസ് സ്റ്റൗ ഒക്കെ ആണെങ്കിൽ അത്ര 800 രൂപയ്ക്കും 700 രൂപയ്ക്കും ഫ്രഷ് ഗ്യാസ് സ്റ്റൗ പോലെയാണ് വെച്ചേക്കുന്നത്. ഫ്രഷ് ആണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ചീപ്പായിട്ട് കിട്ടും. 800 രൂപയ്ക്ക് 600 രൂപയ്ക്കൊക്കെ പ്രസ്റ്റീജ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് കോപ്പി ആയിരിക്കാം. നമുക്ക് ഈ തുണിയൊക്കെ ഫസ്റ്റ് കോപ്പിയൊക്കെ ഇവന്മാരിലുണ്ട്. അപ്പോൾ അതുപോലെ ഇതും ഫസ്റ്റ് കോപ്പി തന്നെ ആയിരിക്കാം. എങ്കിലും ഈ പറഞ്ഞ മാക്സിമം ഈ ഏരിയയിൽ പറഞ്ഞ എല്ലാം പാവപ്പെട്ടവർ തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചിലർ ഈ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവും. പിന്നെ മെജോറിറ്റി ഇപ്പം നമുക്കൊക്കെ മിഡിൽ ക്ലാസ് എന്തായാലും 100% വന്നേ പറ്റത്തുള്ളൂ. നമ്മൾ ഇതില്ലാതെ രക്ഷയില്ല. കാരണം ഇവിടെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ട് വേണം നമ്മളെ നാട്ടിൽ പോയിട്ട് കാണിക്കണം. നമ്മൾ ഇത്ര വാങ്ങിച്ചെന്നൊക്കെ കാണിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നിന്ന് ഈ പറയുന്ന ഗ്യാസ് സ്റ്റൗ 600 എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ വെളിയിൽ നമ്മൾ തള്ളിൻ്റെ ആൾക്കാരാണല്ലോ. ഇവിടെ നിന്ന് 600 ഗ്യാസ് സ്റ്റൗ വാങ്ങിച്ചിട്ടുണ്ട് വെളിയിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്തിലൊക്കെ വരുമ്പോഴത്തേക്കും എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ പറയുമ്പോൾ 4000 രൂപ 3000 എന്നൊക്കെ പറയും. നമ്മൾ അങ്ങനെയൊക്കെ തള്ളി വിടണം. നമ്മൾ തള്ളിൻ്റെ വിദ്വാന്മാരല്ലേ. പിന്നെ വേറെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന ലേലം വിളിയാണ് തുണിക്ക്. ലേലം വിളി എന്ന് പറഞ്ഞാൽ ലേലം വിളി ആ രീതിക്ക്. കാരണം ഒരു സൈഡിൽ നിന്ന് ഒരുത്താൻ 100 രൂപയ്ക്ക് തുണി എന്ന് പറയും, മറ്റേ സൈഡിൽ നിന്ന് അവൻ കുറച്ച് പറയും.
മറ്റേ ഒരു സൈഡിൽ നിന്ന് വാർത്തമാരെ തുണിയൊക്കെ എടുത്ത് എറിയുന്നുണ്ട്, എയറിലൊക്കെയാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, തുണിയൊക്കെ നാലാ ഭാഗത്തും പറക്കും. ഈ മറ്റേ ബ്ലൗസ്, മറ്റേ ഇത് പറയണ നിക്കർ എല്ലാം പറക്കും. നിങ്ങൾ എയറിൽ നോക്കിയാൽ, നിങ്ങൾ ജസ്റ്റ് ഈ ഏരിയക്കകത്ത് കയറിയിട്ട് നോക്കിയാൽ എല്ലാം എയറിലോട്ടായിരിക്കും. എന്നാൽ പോകണ്ടേ, ഒരു പെട്ടിയൊക്കെ എയറിലോട്ട് പോകുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഈ ഏരിയ ഫുള്ളും ക്രൗഡാണ്. ക്രൗഡ് എന്ന് വെച്ചാൽ അമ്മാതിരി ക്രൗഡ്. നിങ്ങൾ വരുമ്പോൾ എന്തായാലും തൊപ്പി കൊണ്ടുവരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലാണെങ്കിൽ ഭയങ്കര വെയിലാണ്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, ആ രീതിക്കുള്ള വെയിലാണ്. മാക്സിമം നിങ്ങൾ വരുമ്പോൾ ഈ ഏരിയയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ തൊപ്പി കൊണ്ട് പറഞ്ഞാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വെയിലിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു ശമനം കിട്ടും. പിന്നെ ഇതുപോലത്തെ ഈ പറയുന്ന ടെൻറ്റുവരെ വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ കസ്റ്റമർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറേ നേരം സൈഡിൽ ആ ടെൻറ്റിനോട് ചേർന്ന് നിന്നപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി നമ്മൾ ഈ പറയുന്ന വെയിൽ കൊള്ളാതിരിക്കാനാണെന്ന്. അപ്പോൾ അവന്മാർ ഇറങ്ങി പോടേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വലിയതായിട്ട് കണക്കാക്കാൻ നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മൾ സദാനന്ദേട്ടൻ പുള്ളിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു 2-3 നിക്കറും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈസ് ഒന്ന് അറിഞ്ഞൂടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരവിന്ദേട്ടൻ, നമ്മളെ യെല്ലോ ഷർട്ട് അരവിന്ദേട്ടൻ ഉണ്ടല്ലോ, പുള്ളി പിന്നെ ഗൈഡാണല്ലോ, പുള്ളിക്ക് എല്ലാം A to Z അറിയാം. സൈസൊക്കെ പുള്ളിക്ക് കറക്റ്റായിട്ട് നോക്കി തന്നെ അറിയാൻ പറ്റും. അങ്ങനെ പുള്ളി ഒരു റെക്കമെൻഡ് ആയിട്ട് പുള്ളിക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു 2-3 ചട്ടിയാണ് നിക്കറാണെന്നുള്ള റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അരവിന്ദേട്ടനും കൂടി വാങ്ങിച്ചു പുള്ളിക്ക്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയപ്പോഴത്തേക്കും വാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോപ്പി വാച്ച്, എല്ലാത്തിൻ്റെയും ഫസ്റ്റ് കോപ്പി വാച്ച്. നമുക്കിവിടെ ട്രിവാൻഡ്രത്തൊക്കെ ചില ഷോപ്പുകൾ ഇവിടെ നിന്നായിരിക്കും എടുക്കണമെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 രൂപയ്ക്കുണ്ട്, 150 രൂപയ്ക്കും വാച്ചുണ്ട്. ഞാനൊരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 200 രൂപയ്ക്കും 150 രൂപയ്ക്കും ഫാസ്റ്റ് ട്രാക്കിൻ്റെ പോലത്തെ ഫസ്റ്റ് കോപ്പി വാച്ച്. ഇപ്പം നമ്മൾ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മൾ കൈ നോക്കുമ്പോഴത്തേക്കും ഫാസ്റ്റ് ട്രാക്ക് ആണോ ഇല്ലയെന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം ബ്രാൻഡഡ് ആണോ ഇല്ലയെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അല്ലാതെ ഈ ബ്രാൻഡ് ഒറിജിനലാണോ നീ കെട്ടിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അവന്മാർ ചൂഴ്ന്നൊന്നും നോക്കില്ല. പെട്ടെന്നൊരു ജസ്റ്റ് അറ്റ് എ ഗ്ലാൻസ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് റിച്ചഡ് അങ്ങനെയൊക്കെ അവന്മാർ ശ്രദ്ധിക്കുള്ളൂ. അപ്പം നമുക്കിതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചേക്കുന്ന വാച്ച് 150 രൂപയേ ഉള്ളൂ. 150 രൂപ വർത്തി തന്നെ. അപ്പം ആൾക്കാർ പെട്ടെന്ന് നമുക്ക് വേണ്ട അക്സസറീസ്, കയ്യിലും കഴുത്തിലൊക്കെ അക്സസറീസ് വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർ ഇതിനകത്ത് വന്ന് ചൂഴ്ന്ന് നോക്കാൻ പോകുന്നില്ല. പിന്നെ തീരെ ബ്രാൻഡിനെ കുറച്ച് അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പട്ടിച്ചാത്തൻ വാച്ചാണെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഒരുവിധം നോക്കി തന്നെയാണ് വാങ്ങിക്കുന്നത്. പട്ടിച്ചാത്തനായിട്ട് അറിയാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കി തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ വാച്ചും വാങ്ങിച്ച് 150 രൂപയും കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വന്ന് അർജുൻ ബ്രോയ്ക്ക് അടുത്ത പുള്ളിക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പുള്ളിയുടെ അമ്മയ്ക്ക് സാരിയും കാര്യങ്ങളും വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സാരിക്കട നോക്കി വന്നപ്പോൾ സാരിക്കടയൊന്നുമില്ല. പിന്നെ നോക്കിയപ്പോൾ ഫുള്ളും ഈ പറയുന്ന ട്രാക്ക് സ്യൂട്ട് പിന്നെ പറഞ്ഞ ജട്ടികൾ, പിന്നെ അതുപോലെ തന്നെ വേറെ ഈ ഹോം അക്സസറീസ് എല്ലാം ഉണ്ട്. A to Z നമ്മൾ എവിടെ കറങ്ങിയാലും അതിനകത്ത് എല്ലാം ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. കാരണം ഇവിടെ കാലുകുത്താൻ സ്ഥലമില്ലെങ്കിലും ഇവന്മാർ കാലുകുത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോലും ഇവന്മാർ കട വയ്ക്കും. ആ രീതിക്കാണ് നമ്മൾ ഈ പറയുന്ന ഈ ബ്ലോക്ക് കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ നിന്ന് ആൾക്കാരും പോയി, അങ്ങനെ ഒരു സൈഡ് ബ്ലോക്ക് സ്റ്റക്കായിപ്പോയി. അപ്പോൾ നമുക്ക് ഈ ബിൽഡിംഗ് കൊണ്ട് കാണിച്ചില്ലേ, ആ ബിൽഡിംഗാണ് നമ്മളെ ലാൻഡ് മാർക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ കാണാതായി പോയാലും എല്ലാവരും മറ്റേ അവഞ്ചർ അസംബിൾ എന്ന് പറയില്ല, അതുപോലെ നമ്മൾ എവിടെയെങ്കിലും കാണാതെ പോയാലും നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഈ ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ ബിൽഡിംഗാണ് നമ്മൾ ലാൻഡ് മാർക്ക്. എവിടെയെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ നേരെ വന്ന് ബിൽഡിങ്ങിൻ്റെ അവിടെ നിൽക്കുക, എന്നിട്ട് കോൾ അടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാപ്പ് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളപ്പുറം, കാരണം ഒരുപാട് മുടുക്കളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഞാനിപ്പോൾ അർജുന് മാത്രം ഒരുമിച്ച് പോകണം, ബാക്കി എല്ലാവരും എവിടെയൊക്കെയോ വഴിയിലോട്ട് പോയിട്ടുണ്ട്. ചിലർ കാണാതെ ആയിട്ടുണ്ട്. കാണാതായതിനു ശേഷം അവർ മറ്റേ ഇതയക്കും, മാപ്പ് അയക്കും, അവന്മാർ തിരിച്ച് വരികയും ചെയ്യും. വേറെ സൈഡ് നോക്കിയപ്പോൾ 60 രൂപയ്ക്ക് ടെമ്പേർഡ് ഗ്ലാസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ക്വാളിറ്റി ടെമ്പേർഡ് ഗ്ലാസ് എന്നൊക്കെ അവർ ഒട്ടിക്കുന്നത് 200-400 ഒക്കെ വാങ്ങിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ 60 രൂപയൊക്കെ ഉള്ളൂ. സെയിം ക്വാളിറ്റി അവർ നമ്മുടെ നാട്ടിൽ പറയുന്ന ക്വാളിറ്റിക്ക് തന്നെ ഇവിടെ ഉള്ളത്. ഇവിടെ അല്ല ചാത്തൻ ക്വാളിറ്റി ഒന്നുമില്ല. 60 രൂപയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടായിരിക്കും അവിടെ നിന്ന് 400-500 വിൽക്കുന്നത്. പിന്നെ നമ്മൾ അർജുൻ ബ്രോ മറ്റേ സാരി ഇടുന്നതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാരി നോക്കി വന്നപ്പോഴത്തേക്കും ഫുള്ളും ബെഡ്ഷീറ്റായിരുന്നു. പുള്ളി പോയി എടുത്തിട്ട് വിലയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും വിലയൊക്കെ അറിഞ്ഞ് കേട്ടു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ബെഡ്ഷീറ്റായിപ്പോയി. പിന്നെ നോക്കിയപ്പോഴത്തേക്കും തൊപ്പിക്കട. നമ്മൾ ഈ തൊപ്പി കാണുമ്പോൾ തന്നെ ഈ കല്യാണം പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നമ്മൾ 2 തൊപ്പി 500 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 250 രൂപ വെച്ച് 2 തൊപ്പിക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ അർജുന് പോയി തൊപ്പിയുടെ വില വെച്ചിട്ടാണ് എന്നെ വിളിച്ചത്. വില വെച്ചപ്പോഴാണ് അറിയണത് 80 രൂപയുള്ളൂ തൊപ്പി. ഇവിടെയൊക്കെ 80-60 രൂപ തൊട്ട് തൊപ്പി സ്റ്റാർട്ടാവുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലായത് കമേഴ്ഷ്യൽ സ്ട്രീറ്റ്. എനിക്ക് തൊപ്പിയുടെ കാര്യം കാണുമ്പോൾ തന്നെ ഈ കമേഴ്ഷ്യൽ സ്ട്രീറ്റാണ് ഓർമ്മ വരുന്നത്. പിന്നെ നമുക്ക് ഈ പറയുന്ന വയറൊക്കെ അങ്ങ് കത്തു എന്ന് പറയില്ലേ, അത് മറ്റേ തമിഴിലൊക്കെ പറഞ്ഞാൽ വയറ് എറിയതിടാന്ന് പറയില്ല, അതുപോലെ വയറൊക്കെ കത്തിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ തൊപ്പിയൊക്കെ മാതിരി 80 രൂപയ്ക്കും 60 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കും. കാരണം നമ്മൾ വാങ്ങിച്ച് ഓൾറെഡി തേഞ്ഞു പോയ സാധനമാണ് ഇതൊക്കെ. ഈ സെയിം തൊപ്പിയൊക്കെ നമുക്ക് ഇവിടെ 60 രൂപയ്ക്ക് 80 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും നോക്കി നടക്കുക. ഈ പറയുന്നത് ചെറിയ റോഡുകളായിരിക്കും. ഇവന്മാർ പാറ വണ്ടി പറത്തിക്കൊണ്ട് വരും. ഇവന്മാർ കൈയും കാലും കൂടെ ഒക്കെ കയറ്റി ഇറങ്ങും. കൈ ഇടിക്കുകയൊക്കെ ചെയ്യും. ഇടിച്ചാലും ഇവർക്ക് ഒരു മയമില്ലാതെ നിർത്തൂല. ഇടിച്ചിട്ടങ്ങ് പോകും അവരെ പാട്ടിന്. കാരണം ഇവിടത്തെമാരൊക്കെ ആണെങ്കിൽ അതിനോട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഇവിടത്തെമാർക്ക് ഇതൊന്നും പുത്തരിയല്ല. പക്ഷേ നമുക്കൊക്കെ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചോദിക്കാൻ പോലും ആൾക്കാരില്ല. കാരണം നമ്മൾ വേറെ സ്റ്റേറ്റിൽ നിന്നാണ് ഇവിടെ വരണത്. മെജോറിറ്റി മലയാളികൾ ഉണ്ടെങ്കിലും പക്ഷേ ഇതുപോലത്തെ സ്ഥലങ്ങൾ മലയാളികൾ എപ്പോഴും കാണുമെന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും വൈകുന്നേരം 4 മണി തൊട്ടാണ് ഈ പറയുന്ന മലയാളികളൊക്കെ ഈ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. പിന്നെ അവന്മാർ വന്ന് തട്ടിയാൽ നമ്മളൊന്ന് പറയാതിരിക്കാനാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ വന്ന് നമ്മളെ ഇടിച്ചാലും നമ്മളൊന്ന് അവന്മാരെ ഇടിച്ചാലും എന്താണെങ്കിലും അവന്മാർ എന്തായാലും നമ്മൾ തെറി വിളിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ. നമുക്ക് തിരിച്ച് വിളിക്കാനും അറിഞ്ഞുകൂടാ അവന്മാരെ ഭാഷയിൽ. ആപ്പടെ നമുക്കറിയാവുന്ന ജയ് ബാലയ മാത്രമാണ്. പിന്നെ ഏമടി ചെപ്പടി മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ചെയ്യുക, അവന്മാർ ജസ്റ്റ് നോർമൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ വല്ല കശപിശകൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം സോൾവ് ആക്കി നോക്കുക. കാരണം അവന്മാർ ഏരിയ ഉണ്ടായതുകൊണ്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ സംഘടിച്ചെത്തും നമ്മളെ എയറിലോട്ടാക്കും, നമ്മളെ എടുത്ത് കൊടുക്കും. അതിനേക്കാളും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് പോയിട്ട് സൗമ്യമായ ഭാഷയിൽ
ഇന്ന് ഒഴിവാകുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജയ് ബാലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല ഇതിനകത്ത്. അങ്ങനെ ഒരു സ്ട്രീറ്റ് നമ്മൾ എക്സ്പ്ലോർ ഫുള്ളായിട്ട് ചെയ്തു. നെക്സ്റ്റ് സ്ട്രീറ്റിലോട്ട് നമ്മൾ പോകാനായിട്ട് നിൽക്കുന്നത്. നോക്കുമ്പോൾ അർജുൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ തിരക്കില്ല. അപ്പോൾ നട റോഡിൽ നിന്ന് ഒരു സെൽഫി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കണമെന്നാണ് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് 360 നമ്മളൊരു വീഡിയോ എടുത്തു. എന്നിട്ട് അടുത്ത സ്ട്രീറ്റിലോട്ട് പോയി. അപ്പോൾ ചില സ്ട്രീറ്റുകളിൽ നമുക്ക് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും തിരക്ക് വലുതായിട്ട് കാണില്ല. അപ്പോൾ അങ്ങനത്തെ സ്ട്രീറ്റ് നിങ്ങൾ ഒഴിവാക്കുക. കാരണം ലാഭമുള്ള സ്ട്രീറ്റിൽ മാത്രമേ ആൾക്കാർ ശരിക്കും വരത്തുള്ളൂ. അപ്പം ഇതുപോലത്തെ സ്ട്രീറ്റ് പോകാതിരിക്കാമെന്നല്ല. നിങ്ങൾ ഏത് സ്ട്രീറ്റിൽ പോകുമ്പോഴത്തേക്കും ആൾക്കാരില്ലയോ ആ സ്ട്രീറ്റ് നിങ്ങൾ ഒഴിവാക്കുക. ആൾക്കാർ ശരിക്കുള്ള സ്ട്രീറ്റ് നിങ്ങൾ എടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് നടന്ന് പോകുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് അവന്മാർ വെച്ചേക്കുന്നതൊക്കെ നോക്കാനായിട്ട്. അല്ലാതെ ഞാൻ സ്ട്രീറ്റിലോട്ട് പോകില്ല. ഇപ്പോൾ നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് വന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും സ്ട്രീറ്റിലോട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും ഈ ചേട്ടൻ നമുക്ക് ബിഗ് ഷോപ്പറും കാര്യങ്ങളൊക്കെ വിറ്റുകൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വർണ്ണന്മാർ ആ രീതിക്കല്ലേ വാങ്ങിക്കുന്നത്. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ കവർ കയ്യിലുണ്ടാവും. അതിന് പുറമെ ഇതുപോലത്തെ ബിഗ് ഷോപ്പർ ഉള്ളത് നല്ലതാണ്. എനിക്ക് വേണ്ടത് ഒരു 10-20 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ബിഗ് ഷോപ്പർ വാങ്ങിച്ച് വെക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 150 രൂപയ്ക്ക് 50 രൂപയ്ക്ക് തൊട്ട് നൈറ്റി വരുന്നുണ്ട്, 150 രൂപ തൊട്ട് ഷർട്ട് വരുന്നുണ്ട്, 100 രൂപയ്ക്ക് പാൻറ്റ് വരുന്നുണ്ട്, ജീൻസൊക്കെ 200 രൂപ 250 രൂപയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഈ കൈ കരുതുന്ന കവർ നിങ്ങൾക്ക് എന്തായാലും തികയില്ല. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ഷോപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡീഹൈഡ്രേഷനൊക്കെ മാറാനായിട്ട് ഇതുപോലത്തെ ഉന്തുവണ്ടികളിൽ ഈ പറഞ്ഞ ജ്യൂസും കാര്യങ്ങളൊക്കെ വെത്തുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിച്ച് കുടിക്കാൻ പറ്റും ജ്യൂസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ മീനുകളൊക്കെ എങ്ങനെയാണെന്നോ ഈ വെയിലത്ത് കേട്ട് മീൻ വിൽക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണെന്ന്. പറഞ്ഞ ഫിഷ് ടാങ്ക് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഫിഷ് ടാങ്ക് അതുപോലെ തന്നെ മീനൊക്കെ ഇതെങ്ങനെ നടക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ തണൽ വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അത്രത്തോളം പോസിബിൾ ആണെന്ന് അറിഞ്ഞൂടെ. ഇങ്ങനെ ഈ മീനൊക്കെ ചാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് വെളിയിൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അണ്ടറിൽ ചൂടടിക്കൂലേ. പിന്നെ ഷൂ ഒക്കെ നോക്കുവാണെങ്കിൽ എത്ര 150 രൂപ ഷൂ ഉണ്ട് ഇവിടെയൊക്കെ 150 രൂപയ്ക്ക്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നായിരിക്കും എല്ലാ മലയാളികളും വന്ന് വാരിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ഹോൾസെയിൽ ഇട്ട് വയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാഗ് ഷൂവിൻ്റെ അടുത്ത് തന്നെ ബാഗ് കൊണ്ട് 200 രൂപയുള്ളൂ. ഈ പറഞ്ഞ ജിം ബാഗൊക്കെ 200 രൂപയുള്ളൂ ഇവിടെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഞാൻ വിചാരിച്ചത് നല്ല ക്വാളിറ്റി ഒന്നും കാണില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ജസ്റ്റ് ഞാൻ ഓപ്പൺ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെതർ പോലെയാണ് ഏകദേശം തോന്നുന്നത്. പ്യുവർ ലെതർ ആണെന്ന് പറയുന്നത്, പക്ഷേ ഏകദേശം ലെതർ പോലെയാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഊന്തുവണ്ടി ഇപ്പോൾ നമുക്ക് അർജുന് ദാഹിച്ചു. അപ്പോൾ നമ്മൾ വെച്ചിട്ട് വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ പറയുന്ന ലെമൺ സോഡ കൊള്ളൂല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വെള്ളം ദാഹിക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചതേ ഉള്ളൂ. അല്ലാതെ കൊള്ളയൊന്നുമില്ല സാധനം. 20 രൂപയാണ് പുള്ളി വാങ്ങിച്ചത്, പക്ഷേ കൊള്ളയൊന്നുമില്ല. പിന്നെ നമ്മൾ അരവിന്ദേട്ടനും മറ്റേ ഷൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂ നോക്കിയപ്പോഴത്തേക്കും പുള്ളി അധികം പ്രൈസൊക്കെ ചിലവന്മാർ പറയുന്നുണ്ട്. ഇതുപോലത്തെ കടകളിൽ ചിലപ്പോൾ അധികം പ്രൈസ് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക, മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കുക. അവർ ഫസ്റ്റ് എടുത്തോടെ തന്നെ നല്ല എമൗണ്ട് ആയിരിക്കും പറയണം. അപ്പോൾ നിങ്ങൾ അത്യ ടൈം എനിക്ക് വേണം 500 പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഏകദേശം 250 രൂപയ്ക്കൊക്കെ ചോദിച്ചു പുള്ളി. അപ്പോൾ അവർ കൊടുക്കാൻ വില്ലിങ് ആയിരുന്നു. പിന്നെ നമ്മൾ പാട്ടിൽ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ട്രാക്ക് സ്യൂട്ടും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് വന്നത്. പുള്ളി അത് തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി വേറെ ഒന്നും വാങ്ങിക്കില്ല. ഫുൾ ട്രാക്ക് സ്യൂട്ടാണ് പുള്ളിക്ക് കോൺസെൻട്രേഷൻ ഫുള്ളും. പിന്നെ അങ്ങനെ ചെയ്ത് നോക്കി വന്നപ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഓൾറെഡി ആ കറുത്ത കവറിൽ എന്തൊക്കെയോ വാങ്ങിച്ചു. ഞാൻ ഇറച്ചി എങ്ങാനും വാങ്ങിച്ചിട്ട് വന്നെന്നാണ് വിചാരിച്ചത്. നോക്കിയപ്പോഴത്തേക്കാണ് അറിയണം മറ്റേ ആ നിക്കറും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് അതിൽ വേറെ എന്തൊക്കെ എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ അവന്മാർ 300-400 പറയുന്നുണ്ടെങ്കിലും നമുക്ക് അർജുനൊക്കെ 250 ആ റേഞ്ചിനൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഫുൾ നെഗോഷിയേറ്റ് ആണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഒരുപാട് കടകളുണ്ട്. കാരണം ഈ കട വില കൂടി പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത കടയിൽ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കുക. പിന്നെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മയത്തിലൊക്കെ ചെയ്യണം. കണ്ണിച്ചോരല്ലാതെ ഒരു വയറ്റത്തടിച്ചുള്ള നെഗോഷിയേറ്റ് ഒന്നും ചെയ്യില്ല. കാരണം മലയാളികൾ അങ്ങനെയാണ് നോർമലി നല്ല രീതിക്ക് താത്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫെയർ ഡീൽ എന്തുണ്ടോ അത് നിങ്ങൾ വാങ്ങിക്കുക മാക്സിമം. കാരണം വെച്ചാൽ അവരെ ഈ പറഞ്ഞ വെയിലത്തൊക്കെ നല്ല പട്ടിപ്പണി എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അവരെ വയറ്റത്തടിക്കുകയല്ല വേണ്ടത്. അപ്പം ഒരുവിധം മാന്യമായിട്ടുള്ള ഡീൽ നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ ഡീൽ ക്ലോസ് ചെയ്യുക. പിന്നെ അതിൽ നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലോർ തുടങ്ങി. എക്സ്പ്ലോർ നമ്മൾ റോഡ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ഈ ചില കോയിൻസും പിന്നെ അതുപോലെ തന്നെ ചില ആൻറ്റിക് പീസസ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ അർജുൻ്റെ അമ്മയ്ക്ക് സാരി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സാരി കട തപ്പി പിടിച്ചുള്ള ഓട്ടമായിരുന്നു. അപ്പോഴാണ് ഈ പറയുന്ന ടോട്ട് ഫാഷൻ എന്നുള്ള കട കണ്ടത്. അതിനകത്ത് കയറുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഫിക്സഡ് റേറ്റ് എന്ത് നോക്കിയാലും ഫിക്സഡ് റേറ്റ്. നമുക്ക് ഈ പറയുന്ന നെഗോഷിയേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ഫിക്സഡ് റേറ്റ്. നിങ്ങൾ പോവുക, സാധനം എടുക്കുക, കൗണ്ടറിൽ പൈസ കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് ഈ പറഞ്ഞ ഡീലിങ് കാര്യങ്ങളൊന്നുമില്ല, ഈ പറഞ്ഞ നെഗോഷിയേഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ കടയ്ക്കകത്തൊന്ന് ശ്രദ്ധിച്ചപ്പോഴത്തേക്കാണ് അറിയുമ്പോഴത്തെ ഫുള്ള് സ്റ്റിക്കറാണ്. സ്റ്റിക്കർ കൊണ്ട് ആറാട്ടാണ്. ഇപ്പോൾ ആറാട്ടെണ്ണം പറയുമ്പോൾ ആറാടുകയാണെന്ന് പറയില്ല. അതുപോലെ നമ്മൾ സ്റ്റിക്കർ കൊണ്ട് ആറാട്ടാണ് ഇവിടെ ഈ കടകൾ എവിടെ നോക്കിയാലും സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ മറ്റേ തുണിയെക്കാളും പിന്നെ അതുപോലെ സ്റ്റോക്കിനേക്കാളും സ്റ്റിക്കറാണ് ഇവിടെ കൂടുതലുള്ളതെന്ന് തോന്നി എനിക്ക്. അപ്പോൾ മാക്സിമം സ്റ്റിക്കർ മാറ്റിയിട്ട് കുറച്ച് തുണിയൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ കുറച്ചുകൂടി സ്റ്റോക്ക് കൂടിയാണ്. ഇപ്പോൾ മാക്സിമം ഇപ്പോൾ നമ്മൾ സാധനമാണോ വാങ്ങിക്കാനുള്ളത് സ്റ്റിക്കറാണോ വാങ്ങിക്കാനുള്ളത് കൺഫ്യൂഷനാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. തൊട്ടടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് മോഹൻ സിൽക്ക് ആൻഡ് സാരീസ് എന്നുണ്ടായിരുന്നു ഒരു കട ഉണ്ടായിരുന്നു. നമുക്ക് വെളിയിൽ നോക്കുമ്പോൾ കുറച്ച് പഴയ ബോർഡൊക്കെ ആയിരുന്നു. അകത്ത് കയറിയപ്പോഴാണ് അറിഞ്ഞത് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയില്ല. അത് തന്നെയാണ് ഈ കട. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിക്കുള്ള കസ്റ്റമർ സപ്പോർട്ട്, അതിൽ തന്നെ നല്ല രീതിക്കുള്ള ഇൻഡെപ്ത് തുണിയുടെ ഡീറ്റെയിൽസ്, ഇൻഡെപ്ത് ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ പറ്റും സാധാരണയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു സാരി വാങ്ങിക്കാനാണ് വന്നത്, നമ്മൾ അർജുൻ്റെ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കാനാണ് വന്നത്. പക്ഷേ ഇവരെ ഡീലിംഗ്, കസ്റ്റമർ ഡീലിംഗ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇൻഡെപ്ത് അവർ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സാലറിയുടെ ക്വാളിറ്റി, ഏതൊക്കെ ഒക്കേഷനാണ് നമുക്ക് ഉടുക്കാൻ പറ്റുക എന്നുള്ള ഇൻഡെപ്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അരവിന്ദ് ചേട്ടൻ അതുപോലെ തന്നെ സാധാരണ ചേട്ടൻ ഇമ്പ്രസ് ആയി. അങ്ങനെ അവരും സാരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലൊരു പർച്ചേസ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റി, നല്ല ഡീല് നമുക്ക് കിട്ടി.
അങ്ങനെ സ്ട്രേറ്റ് അവേ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി. പേരൊന്നും നോക്കില്ല, കാരണം എല്ലാവരും കണ്ണ് മേളിൽ പോകാറായി. അപ്പോൾ എന്തെങ്കിലും ഫുഡ് അടിക്കണം. സോ എല്ലാവരും വെട്ടി വീഴാറിയിക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഹോട്ടലിൽ കയറി നമ്മൾ സാധാരണ തേട്ടന വരുന്ന അരന്തേട്ടന രണ്ടുപേർക്ക് മട്ടൻ ബിരിയാണി പറഞ്ഞു. ഞാനും മറ്റേ പാട്ടിലും ചിക്കൻ ബിരിയാണി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അർജുനാണെങ്കിൽ അവൻ്റെ സ്ഥിരമുള്ള പൊറോട്ടയും, പിന്നെ അതുപോലെ തന്നെ പന്നീർ ബട്ടർ മസാല. ഈ പന്നീർ ബട്ടർ മസാലയൊക്കെ നമ്മളെ എടുക്കത്തുള്ളൂ, പൊറോട്ട മാത്രമേ തിന്നത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ കൈയിട്ട് വരക്കുവാണ്. പിന്നെ അരന്തേട്ട കബാബ് പറഞ്ഞ് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാം നമ്മളെ തന്നെ ഇരിക്കുന്നത്. എല്ലാവരും നമ്മൾ അടിച്ച് മാറ്റി തിന്ന്. പിന്നെ നമ്മൾ ഫുഡ് മോശം പറയാൻ പറയില്ല, അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ്, ബെറ്റർ ഫുഡാണ്. കമ്പൽഷൻ സീറ്റിൽ നമ്മളിട്ട് ഇപ്പോൾ നമ്മൾ ചിക്കൻ നമ്മൾ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു സഞ്ചി നമ്മൾ വാരുന്നുണ്ട്, അതിൽ വാരിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ വെച്ചാൽ ഇത് എൻ്റെ ഞാൻ മേടിച്ചത് എന്നോട് ഇത് എൻ്റെ ഇത് കൂടെ എൻ്റെ തൊപ്പി തൊപ്പി